ഹായ് ഹലോ. അപ്പോൾ ഇതെന്താണെന്നറിയാമോ? ഓച്ചിറ അമ്പലം കാണാത്തവർക്കൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. എല്ലാം വിശദമായിട്ടൊന്നും കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഓച്ചിറ അമ്പലം കേട്ടോ, ഇതാണ് നമ്മുടെ അമ്പലത്തിലെ കുളമാണ് കേട്ടോ. ഓച്ചിറ അമ്പലത്തിലെ കുളമാണ്. പിന്നെ കൂടുതലായിട്ട് നമുക്കൊന്നും കാണിക്കാൻ ഇതിനകത്ത് പറ്റൂല കേട്ടോ. പിന്നെ തന്നെ ഒരു കൊച്ചു കന്താരി നിന്ന് തൊഴുന്നത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് അങ്ങ് വണങ്ങി ഭഗവാനെ അങ്ങ് തൊഴുവാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഓച്ചിറക്കളിയെ സംബന്ധിച്ച് നമ്മൾ ഓച്ചിറക്കളിക്ക് വന്നേക്കാണ് കേട്ടോ. ഇതാണ് ഓങ്കാരം എന്ന് പറയുന്ന സ്റ്റേഡിയമാണ് കേട്ടോ. ഇവിടെയാണ് 12 വിളക്കിന് ആൾക്കാരൊക്കെ താമസിക്കാൻ വരും, കുടിൽ കെട്ടിയൊക്കെ താമസിക്കാനൊക്കെ വരും കേട്ടോ. ഇതാണ് നമ്മുടെ 2 നന്ദികേശൻ്റെ ശിരസ്സാണ് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പം ഓച്ചിറ ഇതുപോലെ വൃശ്ചിക മാസത്തിലൊക്കെ വരുമായിരുന്നു ആൾക്കാർ. ഇത് ഉരുളിച്ചയാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അത് ഓരോരുത്തരുടെ ഓരോ വിശ്വാസമാണ്. ഞാനും ഉരുളിച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ ഓരോ വിശ്വാസങ്ങളൊക്കെ അല്ലേ, ഇങ്ങനെ ഉരുളിച്ചയൊക്കെ നടത്തിയ നല്ലത് വരുന്നതും ഒക്കെ കേട്ടോ. അപ്പം നമ്മൾ ഓച്ചിറ അമ്പലത്തിലെ കളിയിലേക്ക് പോയി. ഇങ്ങനെ കുറേ പേര് ക്യൂ നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, അവർ ഉണ്ണാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം കർക്കിടക മാസം 1 മുതൽ നമുക്ക് എന്താ പറയുക 30 വരെ നമുക്ക് ഓച്ചിറ അമ്പലത്തിൽ സമൂഹ സദ്യ തന്നെയുണ്ട്. ഒരുപാട് ആൾക്കാരാണ് അതിൽ പങ്കുകൊള്ളുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓച്ചിറക്കളി. പല പല ആൾക്കാരായിട്ട് വന്ന് ഓരോ ആശാന്മാരുടെ രീതിയിൽ പല പല ആ ജേഴ്സിയൊക്കെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇത് മഞ്ഞയല്ലേ നമ്മളിപ്പം കണ്ടത്, വേറെ ഒത്തിരി ജേഴ്സിക്കാരുണ്ട്. അപ്പോൾ ഇനി പല പല രീതികളിൽ എല്ലാവരും വന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഈ ഓച്ചിറക്കളി എന്ന് പറയുമല്ലോ, അപ്പം ഓച്ചിറക്കളിക്ക് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര ജനമാണ്, ശരിക്കും ജനം. ആ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഓച്ചിറക്കാരും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പല പല ആൾക്കാരിൽ നിന്നുള്ള ആ ഒരു തറ തൊട്ടുള്ള കളിയും കാര്യങ്ങളും ആശാന്മാരും എന്നാൽ കൊച്ചു കുട്ടികളൊന്നും അല്ല കേട്ടോ, വലിയൊരു വരെയുള്ള നിന്നുള്ള ആ ഒരു കളിയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോസ് എനിക്ക് എൻ്റെ അമ്മ ഇട്ട് തന്നെയാണ് കേട്ടോ. അമ്മ ഇട്ടിട്ട് പറഞ്ഞ്, മോളെ നീ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുമല്ലേ, അപ്പം നമുക്ക് ഇങ്ങനെയൊന്നും വന്ന് ഓച്ചിറയിൽ ഇങ്ങനെ അങ്ങ് കൂടുതലായിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റൂല കേട്ടോ. അത് പുറത്തോട്ട് അങ്ങനെ ദൈവങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്തിടുന്നത് എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതലായിട്ട് നമുക്കങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് നടക്കാനൊന്നും പറ്റൂലല്ലോ അല്ലേ. അപ്പം ഓച്ചിറക്കളി കാണാത്തവരായിട്ടുള്ളവർക്കാണ് കേട്ടോ ഇത്. ഞാൻ ഇതുപോലെ ഓച്ചിറക്കളി എടുത്ത് ഞാനിങ്ങനെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ലൈവായിട്ട് ഓച്ചിറക്കളി ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് നല്ല ക്ലിയർ കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് അത്യാവശ്യം ക്ലിയർ ഒന്നും അല്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് ഓരോരുത്തരുടെയും ഓരോ കൂടി ഒക്കെ കണ്ടോ. അപ്പം നോക്കി മഞ്ഞ, ചുമപ്പ്, പിന്നെ നീല, മേഘ കളർ, അങ്ങനെ ഓരോരോ ജേഴ്സിയൊക്കെ കണ്ടോ. കുറേ പേര് വെള്ളത്തിലും ഇറങ്ങിയിട്ടുണ്ട്, കുറേ പേര് കരയിലും തൊട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കരയിലൊക്കെ നിൽക്കുന്ന അവരൊക്കെ ഇങ്ങനെ കരയിലൊക്കെ നിന്നിങ്ങനെ വാളൊക്കെ വീശിയും അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന കമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് ചൂടൊക്കെ എടുക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ എത്ര നാളുകൊണ്ട് അവർ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണെന്നറിയാമോ. പക്ഷേ അതൊക്കെ കാണുമ്പം അത് നമ്മുടെ ആ ഒരു പൈതൃകമൊക്കെ നിലനിർത്തി പോകുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. ഞങ്ങളുടെ ഓച്ചിറക്കാരുടെ അഭിമാനമാണ് ഇതെല്ലാം. അതുപോലെ തന്നെ 28 ഓണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ. കാളകളെ എല്ലാം, അതും നമുക്ക് റെക്കോർഡ് കിട്ടിയൊരു സംഭവമാണ്. അതും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. 28 ഓണത്തിന് കാളക്കെട്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓച്ചിറ വല്യച്ഛന്, നമ്മുടെ മഹാദേവൻ്റെ മണ്ണിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതും. ആരെങ്കിലുമൊക്കെ വരാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും വന്ന് ഇതൊക്കെ ഒന്ന് കാണുക കേട്ടോ. അതുപോലെ മഹാദേവനെ വണങ്ങി പോവുക, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതുപോലെ ഫുള്ളായിട്ട് മഹാദേവൻ്റെ അമ്പലം ഫുള്ളും ഞാനൊരു വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം. അതുപോലെ തന്നെ ഇവിടെ സമൂഹ സദ്യ 3 നേരവും സദ്യ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അന്തേവാസികൾക്ക് രാവിലെയും അതുപോലെ ഉച്ചയ്ക്കും പിന്നെ വൈകിട്ടും ഒക്കെ നമുക്ക് സദ്യ ഉണ്ട് കേട്ടോ. 10 മണിക്ക് കഞ്ഞിയുണ്ട്, നമുക്ക് ചെന്നാലും നമുക്കും കഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ആളും തരവും നോക്കിയൊന്നുമല്ല, എല്ലാവരും ഒരുപോലെ വന്ന് തൊഴുന്ന ഒരു അമ്പലമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ അന്നദാനത്തിനൊക്കെ നമ്മൾ പൈസയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുക അവിടെ. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അതുപോലെ തന്നെ വൈകിട്ടൊക്കെ ശനിയാഴ്ചയും ബുധനാഴ്ചയൊക്കെ അവിടെ പോയി ദീപാരാധനയും കണ്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ചെന്നിരിക്കുമ്പോഴുള്ള ആ മനസ്സിൻ്റെ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓച്ചിറ അമ്പലം.